നമസ്കാരം. നമ്മുടെ JCIയുടെ മൊഡ്യൂൾ 3 വരുന്ന ഇമ്പീരിയൽ ബാങ്കിൻ്റെ ഫോർമേഷനും അത് പിന്നീട് SBI മാറിയതും ആ SBIയുടെ അസോസിയേറ്റ്സും അതേപോലെ തന്നെ SBIയുടെ മെർജറും അക്യൂസിഷനുമാണ് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട 3 ബാങ്കുകളെ പറ്റി അറിയാം. ഒന്നാമത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ബംഗാൾ. ശ്രദ്ധിക്കുക, 1806 ജൂൺ 2 വന്ന ബാങ്ക് ഓഫ് ബംഗാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മോഡേൺ സെൻസിൽ വന്ന ബാങ്കാണ് ബാങ്ക് ഓഫ് ബംഗാൾ. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണെങ്കിലും മോഡേൺ സെൻസിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ബാങ്ക് 1806 വന്ന ബാങ്ക് ഓഫ് ബംഗാളാണ്. 1806 ഈ ബാങ്ക് വന്നപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് കൽക്കട്ട എന്നും 1809 ഈ ബാങ്കിൻ്റെ പേര് എന്താക്കി മാറ്റിയത്, ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയതും. ശ്രദ്ധിക്കുക, ഈ ബാങ്ക് ഓഫ് ബംഗാളിനെ മോഡേൺ സെൻസിൽ വന്ന ബാങ്ക് എന്ന് വിളിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1833 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ചെക്ക് സിസ്റ്റം കൊണ്ടുവന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെക്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്, നമ്മുടെ ഈ പറയുന്ന ബംഗാൾ ബാങ്കാണ്. ആ ബംഗാൾ ബാങ്ക് 2 ജൂൺ 1806 രൂപീകരിച്ചു. അതിനുശേഷം ബോംബെ പ്രൊവിൻസിലെ ബാങ്ക് ഓഫ് ബോംബെ 15 ഏപ്രിൽ 1840 വന്നു. അതിനുശേഷം മദ്രാസ് പ്രൊവിൻസിൽ 1 ജൂലൈ 1843 ബാങ്കുകൾ വന്നു. ഇത് മൂന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 പ്രസിഡൻസി ബാങ്കുകളായിരുന്നു. 3 പ്രവിശ്യകളിൽ 3 രാജഭരണകാലത്ത് രാജഭരണത്തിൻ്റെ കീഴിൽ വന്നിരുന്ന 3 ബാങ്കുകളായിരുന്നു. ഒന്ന് ബാങ്ക് ഓഫ് ബംഗാൾ വന്നത് 2 ജൂൺ 1806, 2 ബാങ്ക് ഓഫ് ബോംബെ വന്നത് 15 ഏപ്രിൽ 1840, മൂന്നാമത്തെയാണ് ബാങ്ക് ഓഫ് മദ്രാസ് 1 ജൂലൈ 1843. ഈ 3 ബാങ്കുകളുടെ മെർജ് ചെയ്തിട്ടാണ് 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് ഫോം ചെയ്തത്. ശ്രദ്ധിക്കുക, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1921 ജനുവരി 27 ഏതൊക്കെ 3 ബാങ്കുകൾ, ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് മൂന്നും കൂടെ ചേർന്നുകൊണ്ട് 1921 ജനുവരി 27 ഏത് ബാങ്ക് രൂപീകരിച്ചു, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് രൂപീകരിച്ചു. ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോംഡ് ആസ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വിത്തൗട്ട് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ. ഇനി ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1 ജൂലൈ 1955 ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് നാഷണലൈസ് ചെയ്യുകയും ഇതിൻ്റെ പേര് റീനെയിം ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, 1921 വന്ന ഇതേ ഇമ്പീരിയൽ ബാങ്കാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറിയത്, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. സോ ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്യുന്നു. ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്യാൻ സഹായകരമായ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഗോർവാല കമ്മിറ്റിയാണ്. ഈ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് ഫലമായിട്ട് ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്യുകയും എന്നാണ് 1 ജൂലൈ 1955 1 ജൂലൈ 1955 ഈ പറയുന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യുന്നു. ആ നാഷണലൈസേഷന് ശേഷം ഇതിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായി മാറുന്നു. സോ 3 പ്രസിഡൻസി ബാങ്കുകൾ ചേർന്ന് ഇമ്പീരിയൽ ബാങ്ക് ആവുന്നു. ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്ത് റീനെയിം ചെയ്തതാണെന്ത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1955 ഈ ഇമ്പീരിയൽ ബാങ്കിനെ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് നാഷണലൈസ് ചെയ്യുകയും എന്നിട്ട് ഇതിൻ്റെ പേര് എന്താക്കി മാറ്റുകയും ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇനി ഇത്തരത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്യാൻ അധികാരം കൊടുത്ത നിയമമാണ് SBI ആക്ട്. SBI ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 8 മെയ് 1955 1955 മെയ് 8 എന്ത് ചെയ്തു, SBI ആക്ട് എന്ത് ചെയ്തു, നിലവിൽ വരികയും ചെയ്തു. ശ്രദ്ധിക്കുക, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 3 പ്രസിഡൻസി ബാങ്കുകൾ ചേർന്നുണ്ടായതാണ്. ആ 3 പ്രസിഡൻസി ബാങ്ക് ചേർന്നുണ്ടായ ഇമ്പീരിയൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, നാഷണലൈസ് ചെയ്യുന്നു. അങ്ങനെ നാഷണലൈസ് ചെയ്തിട്ട് അതിൻ്റെ പേരെന്ന് പറയുന്നത് എന്താക്കി മാറ്റുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റുന്നു. ഇതിന് കാരണമായ റെക്കമെൻഡേഷൻ കൊടുത്ത കമ്മിറ്റിയാണ് ഗോർവാല കമ്മിറ്റി. റെക്കമെൻഡേഷൻ കൊടുത്ത കമ്മിറ്റി ഗോർവാല കമ്മിറ്റിയാണ്. SBI ആക്ട് നിലവിൽ വരുന്നത് 8 മെയ് 1955 അതായത് മെയ് 8 1955 എന്ത് നിലവിൽ വരുന്നത്, ഈ പറയുന്ന SBI ആക്ട്, SBI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SBI ആക്ട് എന്ത് ചെയ്യുന്നത്, കെയിം ഇൻടു എഫക്റ്റിൽ വരുന്നത് എന്നാണ് 8 മെയ് 1955. SBI വരുന്നത് 1955 ജൂലൈ 1 ഇനി SBIയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് മലയാളി കൂടിയായ ഡോക്ടർ ജോൺ മത്തായിയാണ്. SBIയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് മലയാളി കൂടിയായിട്ടുള്ള ഡോക്ടർ ജോൺ മത്തായിയാണ്. എന്നാൽ ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അരുന്ധതി ഭട്ടാചാര്യയാണ്. അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഡേറ്റ് 7 ഒക്ടോബർ 2013. ശ്രദ്ധിക്കുക,
എസ് ബി ഐയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് മലയാളിയായ ഡോക്ടർ ജോൺ മത്തായി ആണ്. എസ് ബി ഐയുടെ ആദ്യത്തെ വുമൺ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? അരുന്ധതി ഭട്ടാചാര്യയാണ്. അപ്പോയിന്റ്മെന്റ് വന്ന ഡേറ്റ് 7 ഒക്ടോബർ 7, 2013 അരുന്ധതി ഭട്ടാചാര്യ ആദ്യമായിട്ട് എസ് ബി ഐയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഒരു വുമൺ, ഒരു വനിത കടന്നു വന്നത് 2013 അവരുടെ പേരാണ് അരുന്ധതി ഭട്ടാചാര്യ. അരുന്ധതി ഭട്ടാചാര്യാണ് ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ. ജോൺ മത്തായിയാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് എസ് ബി ഐ എന്ന് അറിയപ്പെടുന്നത്. ഇനി എസ് ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. എസ് ബി ഐയുടെ ലോഗോ എന്ന് പറയുന്നത് ബ്ലൂ കീ ഹോൾ ലോഗോയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബ്ലൂ സർക്കിളിനകത്ത് ഒരു കീ ഹോൾ വരുന്ന ഒരു ലോഗോയാണ് ആർക്കുള്ളത്? എസ് ബി ഐക്കുള്ളത്. ശ്രദ്ധിക്കുക, എസ് ബി ഐയുടെ ഫസ്റ്റ് ചെയർമാൻ ഡോക്ടർ ജോൺ മത്തായി, എസ് ബി ഐയുടെ ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ, എസ് ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. എസ് ബി ഐയുടെ ലോഗോ എന്ന് പറയുന്നത് ബ്ലൂ കീ ഹോൾ ലോഗോയാണ്. അതായത് ഒരു ബ്ലൂ സർക്കിളിനകത്ത് ഒരു കീ ഹോൾ ഇട്ടേക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ബ്ലൂ കീ ഹോൾ ലോഗോ, ബ്ലൂ കീ ഹോൾ ലോഗോയാണ് എന്തിന്റെ ലോഗോ എന്ന് പറയുന്നത്? എസ് ബി ഐയുടെ ലോഗോ എന്ന് പറയുന്നത്. ഇനി എസ് ബി ഐയുടെ ലോഗോ ഡിസൈൻ ചെയ്തത് 1971 1971 ഡിസൈൻ ചെയ്ത ഈ ലോഗോ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തു കൊടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ 1971 എസ് ബി യുടെ ബ്ലൂ കീ ഹോൾ ലോഗോ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നത്. ഈ ബ്ലൂ കീ ഹോൾ ലോഗോയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ സിംബൽ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി, സെക്യൂരിറ്റി, സ്ട്രെങ്ത് എന്നാണ്. ശ്രദ്ധിക്കുക, എസ് ബി ഐയുടെ ലോഗോയുടെ സിംബൽ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സ്ട്രെങ്ത്, ഈ 3 കാര്യങ്ങളാണ് എസ് ബി ഐ ലോഗോ ഡിനോട്ട് ചെയ്യുന്നത്. ഈ എസ് ബി ഐയുടെ ലോഗോ വരുന്നത് 1971 ഇത് ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് ആണ്. ഇനി എസ് ബി ഐയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് ആണ്. ശ്രദ്ധിക്കുക, ഒരുപാട് ടാഗ് ലൈനും സ്ലോഗൻസും എസ് ബി ഐക്ക് ഉണ്ടെങ്കിലും എസ് ബി ഐയുടെ മെയിൻ ടാഗ് ലൈൻ എന്ന് പറയുന്നത് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് ആണ്. എസ് ബി ഐയുടെ കാർഡിന്റെ, എസ് ബി ഐയുടെ ATM കാർഡുകളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് മേക്ക് ലൈഫ് സിമ്പിൾ എന്നാണ്. എസ് ബി ഐയുടെ യോനോ ആപ്പിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ് ഡോണോ എന്നാണ്. ശ്രദ്ധിക്കുക, ടാഗ് ലൈൻ പഠിക്കുമ്പോൾ എസ് ബി യുടെ ടാഗ് ലൈൻ പഠിക്കുക. എസ് ബി യുടെ ടാഗ് ലൈൻ പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ്. ഇനി എസ് ബി യുടെ കാർഡിന്റെ ടാഗ് ലൈൻ ആണ് ചോദിക്കുന്നതെങ്കിൽ മേക്ക് ലൈഫ് സിമ്പിൾ, മേക്ക് ലൈഫ് സിമ്പിൾ എന്നാണ് എസ് ബി ഐ കാർഡിന്റെ ലോഗോ. ഇനി യോനോ ആപ്പിന്റെ, നമുക്കറിയാം എസ് ബി ഐയുടെ മൊബൈൽ ആപ്പാണ് യോനോ, യു ഓൺലി നീഡ് വൺ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമുക്ക് അങ്ങോട്ട് പഠിക്കാം. സോ യോനോ ആപ്പിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ് ഡോണോ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ് ഡോണോ എന്നാണ്. ഏതിന്റെ ടാഗ് ലൈൻ? എസ് ബി ഐയുടെ യോനോ ആപ്പിന്റെ ടാഗ് ലൈൻ. സോ ഈ 3 ടാഗ് ലൈനുകൾ പഠിച്ചിരിക്കുക. എസ് ബി ഐയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് ആണ്. എസ് ബി ഐ കാർഡിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് മേക്ക് ലൈഫ് സിമ്പിൾ എന്നാണ്. എസ് ബി ഐ യോനോ ആപ്പിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ് ഡോണോ, DONO, ഡോണോ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് യോനോയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എസ് ബി ഐയുടെ മറ്റ് സ്ലോഗൻസ് ആണ് നേഷൻ ബാങ്ക് ഓൺ ആസ്, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ. ഇതെല്ലാം എസ് ബി ഐയുടെ ടാഗ് ലൈൻ അല്ലെങ്കിൽ സ്ലോഗൻസ് ആണ്. പക്ഷേ മെയിൻ ടാഗ് ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതാവൂ? പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് മാത്രമേ എഴുതാവൂ. ശ്രദ്ധിക്കുക, എസ് ബി ഐയുടെ ടാഗ് ലൈൻ പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്ന് പറയുന്ന പോലെ തന്നെ എസ് ബി ഐയുടെ മറ്റു ടാഗ് ലൈനുകളോ അല്ലെങ്കിൽ എസ് ബി ഐയുടെ സ്ലോഗൻസോ ആണ് നേഷൻ ബാങ്ക് ഓൺ ആസ്, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, ബാങ്ക് ഓഫ് ദ കോമൺ മാൻ ആൻഡ് വിത്ത് യു ഓൾ ദ വേ. ഇത്രയും എസ് ബി ഐയുടെ ടാഗ് ലൈൻസ് അല്ലെങ്കിൽ സ്ലോഗൻസ് ആണ്. ശ്രദ്ധിക്കുക, എസ് ബി ഐയുടെ വെബ്സൈറ്റ് റീസെന്റ് ഇവർ റീബ്രാൻഡ് ചെയ്തിരുന്നു. നേരത്തെ വെബ്സൈറ്റ് ഇങ്ങനല്ല. എസ് ബി ഐയുടെ റീസെന്റ് ഇവർ റീബ്രാൻഡ് ചെയ്ത വെബ്സൈറ്റ് bank.sbi എന്നാണ്. സോ എസ് ബി ഐയുടെ ഇപ്പോഴത്തെ വെബ്സൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക bank.sbi, SBI.in അല്ല ഇപ്പോൾ ഉള്ളത്, bank.sbi ആണ് എസ് ബി ഐയുടെ റീസെന്റ് വെബ്സൈറ്റ്. എസ് ബി ഐ നിലവിൽ ഈ അടുത്ത കാലത്ത് റീബ്രാൻഡ് ചെയ്തതാണ് ഇവരുടെ വെബ്സൈറ്റ്. എസ് ബി ഐയുടെ വെബ്സൈറ്റ് ചോദിച്ചാൽ ബാങ്ക് SBI.in അല്ല bank.sbi ആണ് എസ് ബി ഐയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി 2008 വരെ എസ് ബി ഐയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ആർ ബി ഐക്കായിരുന്നു. ഈ ആർ ബി ഐയിൽ നിന്ന് 2008 ആർ ബി ഐയുടെ പൂർണ്ണമായ സ്റ്റേക്ക് ഹോൾഡിംഗ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ്സ് ആര് വാങ്ങിച്ചെടുത്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാങ്ങിച്ചെടുക്കുകയും ഇന്ന് എസ് ബി ഐയുടെ ഓണർ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ശ്രദ്ധിക്കുക, ഇൻ 2008 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്വയർഡ് ദ ആർ ബി ഐ സ്റ്റേക്ക് ഇൻ എസ് ബി ഐ. എസ് ബി ഐയിൽ ആർ ബി ഐയുടെ ഷെയർ ഹോൾഡിംഗ്സ് 2008 ആര് ഏറ്റെടുത്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. അതായത് 2008 വരെ എസ് ബി ഐയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം എന്ന് പറയുന്ന ആർക്കായിരുന്നു? ആർ ബി ഐക്കായിരുന്നു. 2008 ഇത് ആർ ബി ഐയിൽ നിന്ന് ആര് ഏറ്റെടുത്തു? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്തു. സോ ആ ഡേറ്റ് 2008 ആണ്. ഇനി
SBI ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM. ഫ്ലോട്ടിംഗ് ATM ഒഴുകുന്ന ATM നമ്മുടെ ചാനലിൽ ATMs എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് നോക്കുക. ഫ്ലോട്ടിംഗ് ATM നമ്മുടെ എറണാകുളം വൈപ്പിൽ ഓടുന്ന ഒരു ജങ്കാറിലാണ് വെച്ചത്. ഫസ്റ്റ് ഡ്രൈവ് അപ്പ് ATM, അതേപോലെ എയർക്രാഫ്റ്റ് കാരിയിൽ ആദ്യമായിട്ട് ATM കൊണ്ടുവന്നത് ഇതെല്ലാം SBI ആണ്. അതുപോലെ തന്നെ രാജ്യത്തെ രണ്ടാമത്തെ ടോക്കിംഗ് ATM. ടോക്കിംഗ് ATM എന്ന് വെച്ചാൽ നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് പ്ലീസ് ഇൻസേർട്ട് യുവർ കാർഡ്, പ്ലീസ് എൻ്റർ യുവർ പിൻ നമ്പർ, ഇതൊക്കെ പറയുന്ന ATM അത്രയേ ഉള്ളൂ. അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടോക്കിംഗ് ATM കൊണ്ടുവന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്നാൽ സെക്കൻഡ് ടോക്കിംഗ് ATM ഇന്ത്യയിൽ കൊണ്ടുവന്നത് SBI ആണ്. ഇനി SBIക്ക് തന്നെ ഒരു ടോട്ടലി ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ബ്രാഞ്ച് എവിടെയുണ്ട്? നേപ്പാളിൽ. ശ്രദ്ധിക്കുക, നേപ്പാളിൽ SBIക്ക് എന്തുകൊണ്ട് ഒരു ടോട്ടലി ഡിജിറ്റലൈസ്ഡ് ബ്രാഞ്ച് ഉണ്ട്. ഇതൊക്കെയാണ് SBIയെ കുറിച്ചുള്ള ബേസിക് ഫാക്റ്റുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, SBIയുടെ ചെയർമാനെ പറ്റി പറഞ്ഞായിരുന്നു, അതേപോലെ തന്നെ SBIയുടെ ടാഗ്ലൈനെ പറ്റി പറഞ്ഞു, SBIയുടെ സ്ലോഗൻസിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ SBI കൊണ്ടുവന്ന ആദ്യത്തെ കുറേ കാര്യങ്ങളാണ് ATM സെക്ടറിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ. SBIയുടെ വെബ്സൈറ്റ് bank.SBI ആണ്. SBIക്ക് ഒരു ടോട്ടലി ഡിജിറ്റലൈസ്ഡ് ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് SBI നടത്തിയിട്ടുള്ള മെർജറും അക്യൂസിഷനുമാണ്. അതായത് SBIയിലേക്ക് ലയിപ്പിച്ചതും SBI ഏറ്റെടുത്തതുമായിട്ടുള്ള ബാങ്കുകളും അതിൻ്റെ വർഷങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ ആദ്യമായിട്ട് നമുക്കറിയാം SBI ആക്ട് 1955 വന്നു. 1955 ശേഷം 1959 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ആ നിയമമാണ് SBI സബ്സിഡിയറി ബാങ്ക് ആക്ട്. SBI സബ്സിഡിയറി ബാങ്ക് ആക്ട്. SBI സബ്സിഡിയറി ബാങ്ക് ആക്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 8 ബാങ്കുകളെ പ്രിൻസ്ലി സ്റ്റേറ്റിലെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രസിഡൻസി നേഷനിൽ വന്നിരുന്ന 8 ബാങ്കുകളെ SBIയുടെ സബ്സിഡിയറി ആക്കി മാറ്റി. ശ്രദ്ധിക്കുക, ഇപ്പോൾ സബ്സിഡി എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ മുഴുവൻ ഷെയർ അല്ലെങ്കിൽ മെജോറിറ്റി ഷെയർ ഞാൻ വാങ്ങിച്ചാൽ നിങ്ങൾ എൻ്റെ സബ്സിഡി ആവും എന്ന് പറഞ്ഞ പോലെ തന്നെ SBI കൊണ്ട് ഈ 8 ബാങ്കുകളുടെയും ഷെയർസ് വാങ്ങിപ്പിച്ചു, നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചാണ് അതിന് സഹായകരമായ നിയമം SBI സബ്സിഡിയറി ബാങ്ക് ആയിട്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകളിലെ 8 ബാങ്കുകളെ SBIയുടെ അസോസിയേറ്റ് അല്ലെങ്കിൽ SBIയുടെ സബ്സിഡറി ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 1959 കൊണ്ടുവന്ന നിയമമാണ് SBI സബ്സിഡറി ബാങ്ക് ആക്ട്. ഈ SBI സബ്സിഡറി ബാങ്ക് ആക്ടിന്റെ ബലത്തിൽ രാജ്യത്തെ 8 പ്രസിഡൻസി ബാങ്കുകളെ അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റിലെ 8 ബാങ്കുകളെ അക്യൂർ ചെയ്തെടുത്തു. അക്യൂർ ചെയ്യുന്ന വെച്ചാൽ സബ്സിഡറി ആക്കി മാറ്റി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡറി ആക്കി മാറ്റി. ആ 8 ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല. ശ്രദ്ധിക്കുക, ഈ 8 ബാങ്കുകളെ, അതായത് ഈ 8 ബാങ്കുകൾ പ്രിൻസ്ലി സ്റ്റേറ്റിലെ, അതായത് ജയ്പൂർ, ബിക്കാനർ, സൗരാഷ്ട്ര, ഹൈദരാബാദ്, മൈസൂർ, ട്രാവൻകൂർ, ഇൻഡോർ, പാട്ടിയാല, ഈ ഇത്രയും പ്രിൻസ്ലി സ്റ്റേറ്റിലെ 8 ബാങ്കുകളെ SBIയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാസ്സാക്കിയ നിയമമാണ് 1959 SBI സബ്സിഡിയറി ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡിയറി ബാങ്ക് ഓഫ് ഇന്ത്യ 1959 ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കുന്നു. ഇനി നമുക്കറിയാം ഇതിനകത്ത് ആദ്യത്തെ 2 ബാങ്കായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനറും. 1969 SBI എന്ത് ചെയ്തു? ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂരിനെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനറിനെയും കൂടെ മെർജ് ചെയ്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ എന്ന് പറയുന്ന ഒരു ബാങ്ക് രൂപീകരിച്ചു. ശ്രദ്ധിക്കുക, ഈ 8 പ്രിൻസ്ലി സ്റ്റേറ്റ് ബാങ്കുകൾ അല്ലെങ്കിൽ 8 സബ്സിഡി ബാങ്ക് അല്ലെങ്കിൽ 8 അസോസിയേറ്റ് ബാങ്കാണ് SBIക്ക് ഉള്ളത്. ഈ 8 ബാങ്കുകളിലെ 2 ബാങ്കുകളെ പരസ്പരം ലയിപ്പിച്ചു. SBIയിലേക്ക് ഒന്നും ലയിപ്പിക്കുന്നില്ല, പരസ്പരം ഈ 2 ബാങ്കുകളെ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂരിനെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനറിനെയും 1963 മെർജ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ എന്ന് പറയുന്ന ഒരൊറ്റ ബാങ്കാക്കി മാറ്റുകയും നിലവിലുള്ള 8 പ്രിൻസ്ലി സ്റ്റേറ്റ് ബാങ്ക് അല്ലെങ്കിൽ 8 സബ്സിഡി ബാങ്ക് 7 ആയിട്ട് ചുരുക്കുകയും ചെയ്തു. അതായത് 2 പോയിട്ട് 1 വരുമ്പം എഫക്റ്റ് 1 കുറയുന്ന എഫക്റ്റേ വരൂ. സോ ഈ 8 എന്നുള്ളത് 7 ആയിട്ട് മാറുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ഈ 1959 SBI സബ്സിഡറി ബാങ്ക് ആക്ട് പ്രകാരം അക്യൂർ ചെയ്ത ഈ 8 ബാങ്കുകളിൽ 2 ബാങ്കിനെ, ജയ്പൂർ, ബിക്കാനർ ബാങ്കുകളെ മെർജ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ എന്ന് പറയുന്ന ഒരു പുതിയ ബാങ്ക് SBI ഇന്ന് രൂപീകരിക്കുന്നു. 1963 രൂപീകരിക്കുന്നു. അതിനുശേഷം 1969 ബാങ്ക് ഓഫ് ബീഹാർ, 70 നാഷണൽ ബാങ്ക് ഓഫ് ലാഹോർ, 75 കൃഷ്ണാറാം ബാൽദേവ് ബാങ്ക് എന്നീ 3 ബാങ്കുകൾ. ശ്രദ്ധിക്കുക, ഇത് 3 SBIയുടെ സബ്സിഡറി ഒന്നുമല്ല, 3 ഇൻഡിപെൻഡന്റ് ബാങ്കുകളായിരുന്നു. ഈ 3 ബാങ്കുകളെ SBI ഏറ്റെടുക്കുകയും SBIയിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക,
1969 എസ് ബിയിലേക്ക് ലയിപ്പിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ബീഹാർ. 1970 ലയിപ്പിച്ച ബാങ്കാണ് നാഷണൽ ബാങ്ക് ഓഫ് ലാഹോർ. ആൻഡ് 1975 ലയിപ്പിച്ച ബാങ്കാണ് കൃഷ്ണ റാം ബാൽദേവ് ബാങ്ക്. ഈ 3 ബാങ്കുകൾ എസ് ബി ഐ അക്വയർ ചെയ്യുകയും എസ് ബി ഐയിലേക്ക് മെർജ് ചെയ്യുകയും ചെയ്ത ബാങ്കുകളാണ് ഈ 3. പക്ഷേ സബ്സിഡറി ബാങ്ക് ഒന്നുമല്ല. സബ്സിഡറി ബാങ്ക് 8 ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ആ സബ്സിഡറി ബാങ്കിലെ 2 മെർജ് ചെയ്തത് നമ്മൾ പഠിച്ചതാണ്. അതിനുശേഷം ബാക്കിയുള്ള ഇൻഡിപെൻഡന്റ് ബാങ്കുകളായ ബാങ്ക് ഓഫ് ബീഹാർ, നാഷണൽ ബാങ്ക് ഓഫ് ലാഹോർ, കൃഷ്ണാറാം ബാൽദേവ് ബാങ്ക് എന്നീ 3 ബാങ്കുകളെ കൂടി ആര് ഏറ്റെടുക്കുന്നു? എസ് ബി ഐ ഏറ്റെടുക്കുന്നു. സോ ഇത് ഇത്രയും മെർജറാണ്, എസ് ബിയിലേക്ക് നടന്ന മെർജറാണ്. ഓക്കെ, എസ് ബിയിലേക്ക് നടന്ന മെർജറാണ്. മറ്റേത് 2 ബാങ്കുകൾ, 2 സബ്സിഡറി ബാങ്കുകളുടെ ലയനമാണ്. അതായത് ബിക്കാനറും ജയ്പൂരും 2 സബ്സിഡറി ബാങ്കുകളുടെ മാത്രം ലയനമാണ്. എന്നാൽ ഇത് 3 നേരിട്ട് എവിടേക്കാണ്? എസ് ബി അക്യൂർ ചെയ്ത് എസ് ബിയിലേക്ക് തന്നെ ലയിപ്പിച്ചതാണ്. ഇനി അതിനുശേഷം 1885 നമ്മുടെ കേരളത്തിൽ 2 പ്രസിഡൻസി ബാങ്കാണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ട്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഓൾറെഡി 59 തന്നെ ആര് ഏറ്റെടുത്തു? നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ എസ് ബി ഐ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തന്നെ കൊച്ചിൻ പ്രൊവിൻസിൽ ബാങ്ക് ഓഫ് കൊച്ചിൻ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ഈ ബാങ്ക് ഓഫ് കൊച്ചിനെ എസ് ബി ഐ ഏറ്റെടുക്കുകയും എന്നിട്ട് എസ് ബി ഐ ലയിപ്പിക്കാതെ ഓൾറെഡി എസ് ബി ഐയുടെ ഒരു സബ്സിഡറി എസ് ബി ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇവിടെ ഉണ്ടല്ലോ. അതായത് ഈ ബാങ്ക് ഓഫ് കൊച്ചിനും ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഓൾറെഡി ആരുടെയാ? എസ് ബി ഐയുടെ. ഈ ബാങ്ക് ഓഫ് കൊച്ചിനെ എസ് ബി ഐ ഏറ്റെടുത്തിട്ട് നേരെ എവിടെ ലയിപ്പിച്ചു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ലയിപ്പിച്ചു. അല്ലാതെ എസ് ബി ഐയിലോട്ടല്ല ലയിപ്പിച്ചത്. ബാങ്ക് ഓഫ് കൊച്ചിനെ അക്യൂർ ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലേക്ക് എന്ത് ചെയ്തു? ലയിപ്പിച്ചു. എന്നാണ് 1985. അതിനുശേഷം 13 ഓഗസ്റ്റ് 2008 എസ് ബി എന്ത് ചെയ്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര അക്യൂർ ചെയ്തു, മെർജ് ചെയ്തു. മീൻസ് നമുക്ക് നേരത്തെ പഠിച്ച 8 സബ്സിഡറി ബാങ്കുകളിലെ മറ്റൊരു ബാങ്കായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയെ എസ് ബിയിലേക്ക് ലയിപ്പിച്ചു. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ വന്നപ്പോൾ തന്നെ ഈ സബ്സിഡറി ബാങ്കുകളുടെ എണ്ണം 7 ആയി. ഇപ്പം ഈ പറഞ്ഞ സൗരാഷ്ട്രയും കൂടെ ലയിപ്പിച്ചപ്പോൾ ഇനി എത്രണ്ണേ ഉള്ളൂ? 6 ഉള്ളൂ. അതിനുശേഷം 2010 ഓഗസ്റ്റ് 27 ഇൻഡോർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിനെ കൂടെ ലയിപ്പിച്ചപ്പോൾ സബ്സിഡറി ബാങ്ക് ഇനി എസ് ബി ഐക്ക് എത്രണ്ണേ ഉള്ളൂ? 5 ഉള്ളൂ. ശ്രദ്ധിക്കുക, ആദ്യം 8 ഉണ്ടായിരുന്നു, അതിൽ 2 പോയിട്ട് പുതിയൊരെണ്ണം വന്നപ്പോഴത്തേക്ക് 7 ആ പുതുതായിട്ട് വന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര കൂടി ഇനിയിപ്പോൾ 7 ഉള്ളതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര കൂടി പോയപ്പോൾ 6 അതിനുശേഷം 2010 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ കൂടി പോയപ്പോൾ പോകുകയെന്ന് വെച്ചാൽ ഈ സൗരാഷ്ട്ര, ഇൻഡോർ ഇതെല്ലാം എങ്ങോട്ട് ലയിപ്പിക്കുകയാണ്? എസ് ബി ഐയിലോട്ട് ലയിപ്പിക്കുകയാണ്. ഇനി എസ് ബി ഐക്ക് എത്ര ബാങ്കേ ഉള്ളൂ? 5 സബ്സിഡറി ബാങ്കുകളേ ഉള്ളൂ. അതായത് 1959 8 സബ്സിഡറി ബാങ്ക് ഉണ്ടായ എസ് ബി ഐക്ക് ഇനി എത്രയേ ഉള്ളൂ? 5 സബ്സിഡറി ബാങ്കുകളേ ഉള്ളൂ. ഈ 5 സബ്സിഡറി ബാങ്കുകളെയും നമ്മുടെ ഭാരതീയ മഹിളാ ബാങ്കിനെ കൂടെ 1 ഏപ്രിൽ 2017 ശ്രദ്ധിക്കുക, 1 ഏപ്രിൽ 2017 ഭാരതീയ മഹിളാ ബാങ്കിനെയും ഇതിന്റെ 5 അസോസിയേറ്റുകളെ കൂടി എങ്ങോട്ട് ലയിപ്പിക്കുന്നു? എസ് ബി ഐയിലേക്ക് ലയിപ്പിക്കുന്നു. അതായത് ബാക്കിയുള്ള 5 അസോസിയേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, പിന്നെ 2 പോയിട്ട് 1 വന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല. സോ ശ്രദ്ധിക്കുക, 59 നിയമം വരുന്നു, 8 സബ്സിഡറി ബാങ്കുകൾ ഉണ്ടാവുന്നു. അതിൽ 63 ആയപ്പോഴത്തേക്ക് ഇതിനകത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂരിനെയും ബിക്കാനറിനെയും മെർജ് ചെയ്ത് ഒറ്റ ബാങ്ക് ആക്കുന്നു. 1969 ബാങ്ക് ഓഫ് ബീഹാറിനെ ഏറ്റെടുക്കുന്നു, 70 ലാഹോറിലെ ബാങ്കിനെ ഏറ്റെടുക്കുന്നു, 75 കൃഷ്ണാറാം ബാൽദേവ് ബാങ്കിനെയും ഏറ്റെടുക്കുന്നു. അതിനുശേഷം 85 ബാങ്ക് ഓഫ് കൊച്ചിനെ ഏറ്റെടുത്തിട്ട് എസ് ബി ഐ ലയിപ്പിക്കുക, നേരെ എസ് ബി ഐയുടെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള കേരളത്തിലെ തന്നെ ബാങ്കായ എസ് ബി ടിയിൽ ലയിപ്പിക്കുന്നു. അതിനുശേഷം 13 ഓഗസ്റ്റ് 2008 ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര ലയിപ്പിക്കുന്നു. അതുപോലെ 27 ഓഗസ്റ്റ് 2010 എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിനെ ലയിപ്പിക്കുന്നു. ബാക്കിയുള്ള 5 സബ്സിഡറി ബാങ്കുകളും ഈ ഭാരതീയ മഹിളാ ബാങ്കുടെ 1 ഏപ്രിൽ 2017 എസ് ബി ഐ ലയിപ്പിക്കും. ഇതാണ് എസ് ബി ഐയിൽ നടന്നിട്ടുള്ള കംപ്ലീറ്റ് മെർജറും അക്യൂസിഷനും. അതായത് എസ് ബി ഐയുടെ സബ്സിഡറി ബാങ്കുകളും അവയുടെ ലയനവും, എസ് ബി ഐ ഏറ്റെടുത്ത മറ്റു 3 ബാങ്കുകൾ, 3 ആക്ച്വലി 4 ബാങ്കുണ്ട്, ബാങ്ക് ഓഫ് കൊച്ചിനും ഏറ്റെടുത്തിട്ടുണ്ട്. സോ ഈ 4 ബാങ്കുകളും അടങ്ങുന്ന കംപ്ലീറ്റ് മെർജർ ഹിസ്റ്ററി ഇതാണ്. സോ ഇത്രയാണ് എസ് ബി ഐയുടെ മെർജർ ഹിസ്റ്ററി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 59 നിയമം വരുന്നു, 8 ബാങ്കുകൾ എൻട്രലാവുന്നു. അതിനുശേഷം 63 2 ലയിപ്പിച്ച് ഒറ്റ ബാങ്ക് ആകുന്നു. 69, 70, 75, 85 ഈ 4 വർഷങ്ങളിലും എന്ത് ചെയ്യുന്നു? പുതിയ ബാങ്കുകളെ ഏറ്റെടുക്കുന്നു. അതിൽ 85 ഏറ്റെടുത്ത കൊച്ചിൻ ബാങ്കിനെ എസ് ബി ഐ ലയിപ്പിക്കാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ലയിപ്പിക്കുന്നു. 2008 സൗരാഷ്ട്ര അക്വയർ ചെയ്യുന്നു.
2010 ഇൻറ്റോറിനെ അക്വയർ ചെയ്യുന്നു. 2017 ആയപ്പോഴത്തേക്ക് ബാക്കിയുള്ള മുഴുവൻ സബ്സിഡി ബാങ്കിനെയും, അതായത് സെപ്പറേറ്റ് ഇനി സബ്സിഡി ബാങ്ക് ഉണ്ട്, എല്ലാത്തിനെയും കൂടെ എങ്ങോട്ട് ലയിപ്പിച്ചു? SBIയിലേക്ക് ലയിപ്പിച്ചു. സോ ഇത്രയും ലയനങ്ങളും ഇത്രയും അക്വിസിഷനും മെർജറുമാണ് എവിടെ നടന്നിട്ടുള്ളത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് SBIയുടെ പ്രധാനപ്പെട്ട സ്കീമുകളാണ്. അതായത് സ്കീം റിലേറ്റഡ് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ സ്കീമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം. ശ്രദ്ധിക്കുക, 1969 SBI കൊണ്ടുവന്നൊരു സ്കീമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം. അതായത് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായ അസിസ്റ്റൻസ് കൊടുക്കുക, അവരുടെ ഡെവലപ്മെന്റ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് SBI 1969 കൊണ്ടുവന്ന സ്കീമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം. സോ ഫാം ഗ്രാജുവേറ്റ് സ്കീം ആരുടെ സ്കീമാണെന്ന് വെച്ചാൽ SBIയുടെ സ്കീമാണ്. വന്നത് 1969. ഇനി 1972-73 സാമ്പത്തിക വർഷത്തിലാണ് SBI മർച്ചന്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് സഹായകരമായ കമ്മീഷൻ 1972 ബാങ്കിങ് കമ്മീഷൻ. ശ്രദ്ധിക്കുക, 1972 ബാങ്കിങ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് 1972-73 സാമ്പത്തിക വർഷത്തിൽ SBI എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? മർച്ചന്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ടൈപ്പ് ഓഫ് ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. മർച്ചന്റ് ബാങ്ക് എന്ന് വെച്ചാൽ വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്ന ബാങ്കിങ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം 1978 വന്നൊരു സ്കീമാണ് ഇക്വിറ്റി ഫണ്ട് സ്കീം. അതായത് ഏതെങ്കിലും ഒരു പുതിയ ഓൺട്രപ്രണർ വരുമ്പോൾ, അതായത് പുതിയൊരു സംരംഭകൻ വരുമ്പം അവർക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ, അതായത് ഉടമസ്ഥ മൂലധനം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ ഇക്വിറ്റി ഫണ്ടിനായിട്ട് ലോൺ കൊടുക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമാണ് ഇക്വിറ്റി ഫണ്ട് സ്കീം. അതായത് ഞാൻ ബിസിനസ് ചെയ്യാൻ പോവാണ്, പക്ഷേ എനിക്ക് മുതൽ മുടക്കാൻ കാശില്ല. ഈ കാശ് ആര് തരും? SBI തരും. ആ ഒരു സ്കീമിനെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഫണ്ട് സ്കീം. സ്റ്റാർട്ട് ചെയ്തത് 1978. സോ ഫാം ഗ്രാജുവേറ്റ് സ്കീം SBIയുടെ ആണ്. ഇക്വിറ്റി ഫണ്ട് സ്കീമും ആരുടെയാണ്? SBIയുടെ ആണ്. അടുത്തൊരു സ്കീമാണ് റീസർജന്റ് ഇന്ത്യ ബോണ്ട് അല്ലെങ്കിൽ RIB. 1998 SBI തുടങ്ങിയൊരു സ്കീമാണ് റീസർജന്റ് ഇന്ത്യ ബോണ്ട് അല്ലെങ്കിൽ RIB. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാങ്കിൽ, നിങ്ങൾ SBIയുടെ ബാങ്കിൽ ചെന്നിട്ട് നിങ്ങൾക്ക് വിദേശ കറൻസിയിലുള്ള ബോണ്ടുകൾ വാങ്ങാം. ഇപ്പം ഞാനാണെങ്കിൽ ബാങ്കിൽ ചെന്നിട്ട് ഒരു $10,000 തുല്യമായ ഇന്ത്യൻ മണി കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 10,000 രൂപയ്ക്ക് തുല്യമായ ഒരു ബോണ്ട് മേടിക്കുന്നു. $10,000 എനിക്ക് ബാങ്ക് എടുത്ത് തരത്തില്ല. $10,000 ഒരു ബോണ്ട് നമ്മൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് കിട്ടുന്ന പോലെ കിട്ടും. എന്നിട്ട് അതിനൊരു കാലാവധി ഉണ്ട്. ഞാനത് കയ്യെ വെച്ചേക്കും. ആ കാലാവധി വരെ എനിക്ക് SBI ഇങ്ങനെ പലിശ തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ കാലാവധി വരുമ്പോൾ ഈ ബോണ്ട് പേപ്പർ ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ ഈ $10,000 ബോണ്ട് പേപ്പറാണ് എൻ്റെ ഇരിക്കുന്നത്, ഇന്ത്യൻ കറൻസിയുടെ അല്ല. ഇത് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ അന്നത്തെ വിലയ്ക്ക് $10,000 എത്ര രൂപയുണ്ടോ അത്രയും രൂപ എനിക്ക് SBI തിരിച്ചു തരികയും ചെയ്യും. സോ ഈ ഒരു ബോണ്ട് സിസ്റ്റമാണ് റീസർജന്റ് ഇന്ത്യ ബോണ്ട് അല്ലെങ്കിൽ RIB. ഈ RIB എസ്റ്റാബ്ലിഷ് ചെയ്തത് 1998. സോ റീസർജന്റ് ഇന്ത്യ ബോണ്ട് ഈസ് എ ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് പ്രോമിസ് ഓർ പ്രോ നോട്ട് പോലെയാണ്. അതായത് ഈ എമൗണ്ട് ഞാൻ പിന്നെ തന്നോളാം എന്നുള്ള രീതിയിലാണ് ഇത് എഴുതുന്നത്. ഓക്കെ, സോ റീസർജന്റ് ഇന്ത്യ ബോണ്ട് ആറ് സ്കീമാണ്? SBIയുടെ സ്കീമാണ്. ശ്രദ്ധിക്കുക, SBIയുടെ പ്രധാനപ്പെട്ട സ്കീമുകളാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം, ഇക്വിറ്റി ഫണ്ട് സ്കീം, റീസർജന്റ് ഇന്ത്യ ബോണ്ട് എന്ന് പറയുന്ന ഈ 3 സ്കീമും ആരുടെയാണ്? SBIയുടെ ആണ്. ഇനി 2015 ഹോം ലോൺ ആപ്ലിക്കൻസിന് 10 ദിവസത്തിനകം ഹോം ലോൺ ആപ്ലിക്കേഷൻ്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് SBI കൊണ്ടുവന്ന ഒരു സ്കീമാണ് പ്രോജക്റ്റ് തത്കാൽ. ശ്രദ്ധിക്കുക, പ്രോജക്റ്റ് തത്കാലും SBIയുടെ സ്കീമാണ്. SBIയുടെ സ്കീം വരുന്നത് 2015. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹൗസ് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഹോം ലോൺ ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണ്. അതേപോലെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ 10 വർക്കിംഗ് ഡേയ്സിനകത്ത് വെച്ച് അല്ലെങ്കിൽ 10 ദിവസങ്ങൾക്കകത്ത് വെച്ച് നിങ്ങൾക്ക് ഈ ഹോം ലോൺ പ്രോസസ്സ് ചെയ്ത് പൈസ തരുന്ന SBIയുടെ സ്കീമാണ് പ്രോജക്റ്റ് തത്കാൽ. SBIയുടെ സ്കീമാണ് പ്രോജക്റ്റ് തത്കാൽ. ഇനി 2017 നവംബർ 24 SBIയുടെ മൊബൈൽ പ്ലാറ്റ്ഫോം ആപ്പായിട്ടുള്ള യോനോ വരുന്നത്. യോനോയുടെ ഫുൾ ഫോം യു ഓൺലി നീഡ് വൺ. ഇനി 2017 SBI വില്ലേജ് അഡോപ്ഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട്, വില്ലേജ് അഡോപ്ഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുറേ വില്ലേജുകളെ അഡോപ്റ്റ് ചെയ്യുക, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. സോ വില്ലേജ് അഡോപ്ഷൻ്റെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് SBI തുടങ്ങിയ സ്കീമാണ് ഗ്രാം സേവ സ്കീം. ശ്രദ്ധിക്കുക, SBIയുടെ സ്കീമാണ് ഗ്രാം സേവ. SBI ഗ്രാം സേവ സ്കീം പ്രകാരം SBI എന്ത് ചെയ്തിട്ടുണ്ട്? 180 വില്ലേജ്, നമ്മുടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിലെ 180 വില്ലേജിനെ SBI ഏറ്റെടുക്കുകയും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്? SBI പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, 69 ഫാം ഗ്രാജുവേറ്റ് സ്കീം വരുന്നു.
72-73 കാലഘട്ടങ്ങളിൽ മർച്ചന്റ് ബാങ്കിങ് തുടങ്ങുന്നു. 78-ൽ ഇക്വിറ്റി ഫണ്ട് സ്കീം കൊണ്ടുവരുന്നു. 98-ൽ RIB അഥവാ റീസർജന്റ് ഇന്ത്യ ബോണ്ട്. 2015-ൽ ഹോം ലോൺ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് തക്കാൽ. 2017 നവംബർ 14 യോനോ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2017-ൽ SBIയുടെ വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാമായ SBI ഗ്രാം സേവ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 180 വില്ലേജിനെ അക്രോസ് ഇന്ത്യയിലെ 180 വില്ലേജിനെ ആര് ഏറ്റെടുക്കുന്നു? SBI ഏറ്റെടുക്കുന്നു. ഇനി SBIയുടെ മറ്റൊരു പ്രോഗ്രാമാണ് കിസാൻ സേവാ സ്കീം. SBIയുടെ ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് കിസാൻ സേവാ സ്കീം. നിങ്ങളുടെയൊക്കെ ചില ATMകൾ, അതായത് SBIയുടെ ചില ATM റീസെൻ്റ്ലിയൊക്കെ കിട്ടുന്ന ചില ATMകളിനകത്ത് ഈ ATMൻ്റെ നമ്മുടെ വലതുവശത്ത് മുകളിലായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എഴുതിയേക്കുന്നതാണ്. സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ട് SBI തുടങ്ങിയ ഒരു സ്കീമാണ് കിസാൻ സേവാ സ്കീം. ഇതിനകത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എഴുതി ആ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പെട്രോൾ പമ്പിൽ നിന്ന്, അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പിൽ നിന്ന് നിങ്ങൾ ഡീസലോ പെട്രോളോ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർഡിൽ ഒരു ബോണസ് പോയിന്റ് ആഡ് ചെയ്യും. ഒരു നിശ്ചിത പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഇത് റിഡീം ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ധനം അടിക്കാൻ പറ്റും. സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവൂ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് SBI കൊണ്ടുവന്ന സ്കീമാണ് കിസാൻ സേവ സ്കീം എന്ന് പറയുന്നത്. ഇനി SBIയുടെ 2 സ്കീമുകളാണ്. ഒന്ന് ജപ്പാൻ ഡെസ്കും ഒന്ന് ബാങ്ക് വാപ്പസി. അതായത് ജപ്പാൻ ഡെസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജാപ്പനീസ് കസ്റ്റമേഴ്സ് കൂടുതലുള്ള SBIയുടെ ബ്രാഞ്ച് നിലനിൽക്കുന്ന ഏരിയയിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു കൗണ്ടർ SBI തുടങ്ങിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു എന്ത് പറയുന്നത്, ഈ നമ്മൾ ഈ ചെല്ലുമ്പോൾ ഈ കൗണ്ടർ 1, കൗണ്ടർ 2, മേ ഹെൽപ്പ് യു, അതേപോലെ ഗോൾഡ് ലോൺ എന്ന് പറയുന്ന സെക്ഷൻ ഇരിക്കുന്ന പോലെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആണെങ്കിൽ ജാപ്പനീസ് കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ജപ്പാൻ ഡെസ്ക്. സോ ജപ്പാൻ ഡെസ്ക് ഏത് ബാങ്കാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബാങ്കാണ്? നമ്മുടെ SBI ആണ്. അതുപോലുള്ളൊരു സ്കീമാണ് ബാങ്ക് വാപ്പസി. വാപ്പസി മീൻസ് തിരിച്ചു വരിക എന്നാണ്. അതായത് SBIയുടെ പണ്ട് കാലത്തെ കസ്റ്റമേഴ്സിനെ, അതായത് SBIയിൽ നിലനിന്നിരുന്ന ഓൾഡ് കസ്റ്റമേഴ്സിനെ, എന്നാൽ ഇപ്പോൾ കസ്റ്റമർ അല്ലാത്തവരെ തിരിച്ച് SBIയിലേക്ക് കൊണ്ടുവരാനുള്ള SBIയുടെ ഒരു സ്കീമാണ് ബാങ്ക് വാപ്പസി. സോ കിസാൻ സേവാ സ്കീം, ജപ്പാൻ ഡെസ്ക്, ബാങ്ക് വാപ്പസി, ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന നമ്മുടെ SBIയുടെ സ്കീമുകളാണ്. സോ SBI കുറേ സ്കീമുകളുണ്ട്. SBIയുടെ കംപ്ലീറ്റ് മെർജർ നമ്മൾ പഠിച്ചതാണ്. SBIയുടെ ബേസിക് ഫാക്ട്സും പഠിച്ചതാണ്. ഓക്കെ.